മോളല്ലേ മൂത്തത്? ഇളയ കുട്ടികളെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ ഇട്ടേച്ച് പോണത്? എനിക്ക് ആരുടെയും വീട്ടിൽ പോണ്ട, ആരുടെയും മോളായിട്ട് കഴിയണ്ട. ഞാൻ കൂടി പോയ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ? അതോർത്ത് മോള് വിഷമിക്കണ്ട. ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളെ ഏർപ്പാടാക്കുന്നുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. അവര് കൊണ്ടുപോകാൻ വരുമ്പോ മോള് മറുത്തൊന്നും പറയരുത്. അത് ഞങ്ങൾക്കും ആനയ്ക്കും ഒക്കെ വിഷമാവും. എന്നാ പിന്നെ അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഞാൻ കൂടി നിന്നോട്ടെ അച്ഛോ. എന്റെ മോളെ, നീ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്തേണ്ട കൈകളിലെത്തി എന്നൊരു സമാധാനം അമ്മയ്ക്ക് വേണ്ടേ? അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഇനി മോളൊന്നും പറയരുത്. അമ്മ ഇനി ഈ കണ്ണീര് കാണരുത്. വാ മോളെ. മനസ്സിലായില്ലേ അമ്മച്ചി? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളിഞ്ഞ് വന്നേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ശരിക്കൊന്ന് കാണട്ടെ. നിനക്കിനി എന്നും കുന്തും 24 മണിക്കൂറും കാണാമല്ലോ. അവള് നമ്മളെ കൂടെ അല്ലേ? അവൾ ക്ഷീണിച്ചു വന്നിരിക്കുക. വാ മോളെ, മോളെ മുറി കാണിക്ക. ഇതാണ് മോളുടെ മുറി. മോക്ക് കുളിക്കോ വല്ല വേണമെങ്കിൽ ആയിക്കോ. വല്ലാത്ത വിശപ്പ്. കാലത്ത് 8:30 അവിടെ നിന്ന് പുറപ്പെട്ടല്ലേ? എനിക്ക് കാല് വയ്യാത്തത് ഇപ്പൊ നന്നായി ഇല്ലേമ്മേ? അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നു? എനിക്കിപ്പോ അമ്മയുടെ കൂടെ തന്നെ കഴിയാമല്ലോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബോഡി റിജക്ട് ചെയ്യുന്നു. ഞാനൊരു പെയിൻ കില്ലർ എഴുതിയിട്ടുണ്ട്. വേദന വരുമ്പോൾ ഓരോന്ന് കഴിക്കുക. അനി, വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല. അനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഈസ് ഓവർ. ടേക്ക് റെസ്റ്റ്. സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവുമല്ലോ. വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. ആഹാ, ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ദേശാടനമൊക്കെ തുടങ്ങിയോ? മോള് പറയുന്നത് ഞാൻ ഇത്രയും കാലം അടച്ചുപൂട്ടി ഇരുന്നത് കൊണ്ടാ സൂക്കേട് മാറാത്തതെന്നാ. ഞങ്ങൾ പതുക്കെ പതുക്കെ ഈ വണ്ടിയില് എസ്റ്റേറ്റിലും പള്ളിയിലും ഒക്കെ പോകും അല്ലേ മോള്? വീട്ടിൽ നിന്നാ അമ്മയുടെ കത്ത്. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവക്കിപ്പോഴും സ്ഥായി അങ്ങോട്ടാ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. പെറ്റതള്ളയല്ലേ. അമ്മയുടെ പ്രിയപ്പെട്ട മീനുവിന്, മോൾക്ക് അമ്മയുടെയും റോണിയുടെയും ഹാപ്പി ക്രിസ്മസ്. മോൾക്കും അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു.
ടോണിയുടെയും മോനുവിൻ്റെയും വീട്ടുകാരുടെ കത്തുകൾ വന്നിരുന്നു. എല്ലാവർക്കും സുഖം തന്നെയാണ്. മോനു ഇപ്പം ശരിക്കും ഇണങ്ങിയെന്ന കത്തില്. അമ്മയ്ക്കൊരാഗ്രഹം, ഈ വരുന്ന ക്രിസ്മസിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണം, ഇവിടെ ഈ വീട്ടിൽ. നിങ്ങളെല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കാൻ ഞാനും റോണിയും കൂടി വരുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എല്ലാവരുടെയും മേൽവിലാസങ്ങൾ കൊണ്ടുവരാം. അമ്മയുടെ കാലം കഴിഞ്ഞാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാതെ നീ നോക്കണം. ഇടയ്ക്കിടെ പരസ്പരം എഴുതണം. സാധിക്കുമ്പോഴൊക്കെ തമ്മിൽ കാണണം. അമ്മയില്ലാതാകുമ്പോൾ എന്റെ സ്ഥാനത്ത് വരേണ്ടത് മോളാണ്. റോണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഫാദർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. കാല് വയ്യാത്ത അവനെ സ്വീകരിക്കാൻ ആളുകൾ മടിക്കുന്നു. ആ, അതൊക്കെ പോട്ടെ. ഞാൻ അതും ഇതും ഒക്കെ എഴുതി മോളെ വിഷമിപ്പിച്ചോ? കത്ത് നീട്ടുന്നില്ല. ഉടനെ നേരിൽ കാണാമല്ലോ. സ്നേഹപൂർവ്വം, അമ്മ.